അമ്മണീസ് ഓസ്ട്രേലിയൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഞങ്ങളുടെ കോവലിന്റെ വിളവെടുപ്പാട്ടോ. നന്നായിട്ട് കാച്ചിട്ടുണ്ട്. നോക്കിക്കേ, കോവയ്ക്ക കണ്ട നിറച്ചും. ഞാൻ പന്തലത്തിരി പൊക്കം കുറവാ, നിക്കാത്തിരി സൗകര്യം കുറവുണ്ട്. ഇതേണ്ട നിറച്ച് കോവയ്ക്കുണ്ടായിട്ടുണ്ട്. ഇത് 3 കടയുള്ളൂ കേട്ടോ. 3 കട നട്ടിട്ടുള്ളൂ ഞങ്ങള്. ഇഷ്ടം പോലെ കോവയ്ക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഒന്ന് പറിക്കുക ചെയ്യുന്ന ഇത് എല്ലാവരും ഒന്ന് കാണിക്കണമല്ലോ. നമ്മളിവിടെ വന്നിട്ട് ഓസ്ട്രേലിയ അഡലേഡിന്റെ ഭാഗത്ത് നമ്മൾ ഈ ഓസ്ട്രേലിയയിൽ വന്നിട്ട് കോവയ്ക്ക വിളവെടുക്കണം. നമുക്ക് എല്ലാവരെയും ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ധാരാളം കോവയ്ക്ക ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കോവയ്ക്ക വളരെ ശരീരത്തിന് വളരെ നല്ല ഒരു പച്ചക്കറിയാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് കൊണ്ടാട്ടം ഉണങ്ങാം. പിന്നെ നമുക്ക് ഈ കോവയ്ക്ക വഴട്ടി ഒരു അരിഞ്ഞ മുളകും ഉപ്പും എല്ലാം തിരുമ്പി നമ്മള് വെയിലത്ത് വെച്ചൊന്ന് വാടണം. പതുക്കെ ഒന്ന് വെള്ളം വലിഞ്ഞു കഴിയുമ്പോ അത് പിന്നെ നമുക്ക് ചീൻചട്ടിയിലിട്ട് വെള്ളം വലിപ്പിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് വഴട്ടിയെടുക്കാം. ഈ കോവയ്ക്ക വഴട്ടിയത്. പിന്നെ പച്ചമുളകും തേങ്ങയൊക്കെ അരച്ചിത് നമുക്ക് തോരൻ ഉണ്ടാക്കാം. പിന്നെ കോവയ്ക്ക അരിഞ്ഞ് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഉപ്പും മുളകൊക്കെ തിരുമ്പി പിള്ളേർക്ക് എണ്ണയിൽ വറുത്ത് പോരണ്ട, എണ്ണ ലേശം സോസ് പാനിൽ ഒഴിച്ച്, അതായത് നോൺ സ്റ്റിക്കിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ അതിനെ വഴട്ടി നല്ല വറുത്തെടുക്കാം. അപ്പോഴും നല്ല പാവയ്ക്കൊക്കെ വറുത്തെടുത്ത പോലെ നല്ല സ്വാദിഷ്ടമായ കോവയ്ക്ക ഫ്രൈ ആക്കാം. പിന്നെ നമുക്ക് കോവയ്ക്കയും കൊണ്ട് മോരൊഴിച്ച് കറി വയ്ക്കാം അത്രേ. പിന്നെ കോവയ്ക്ക കൊണ്ട് നമുക്ക് അച്ചാറിടാൻ പറ്റും. ഇത് മാത്രല്ല കേട്ടോ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമാവും. കോവയ്ക്കയുടെ ഇലയുണ്ടല്ലോ, നല്ല കൂമ്പല നോക്കി പൊട്ടിച്ചെടുത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കിയാലേ ബഹുരുചിയാ. അതാണ് എനിക്ക് പറയാം. നോക്കിക്കേ, ഒരൊറ്റ ദിവസം വിളയെടുത്തപ്പോ ഇത്രയും കോവയ്ക്ക് കിട്ടി കണ്ടോ. 3 കട കോവല ഞങ്ങൾ നട്ടുള്ളൂ. ഇത് നാടൻ കോവയ്ക്ക ഇനത്തിൽപ്പെട്ടതാ. കുറെ നീളം ഉള്ള സൈസ് നമ്മുടെ നാട്ടില്. ഇത് നല്ല പ്രതിരോധ ശേഷിയുള്ള നല്ല കോവയ്ക്കയാണ്. അപ്പളേ ഇത് ഞങ്ങളെ കോവയ്ക്ക കണ്ട. അപ്പൊ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടു. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കോവല് നമ്മളെല്ലാവരും കൃഷി ചെയ്യണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കോവല് നടണേനെ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കോവല് നട്ട് ഒരു ചെറിയ പന്തല് ചെറുതായിട്ടൊന്ന് വലിച്ചു കെട്ടി ഒരു പന്തലിട്ടി കഴിഞ്ഞാല് ഇത് 3 ദിവസം കൂടുമ്പോ നമുക്ക് ഇതുപോലെ കിട്ടും. നമ്മൾ തിന്നാ തീരാത്ത അത്ര കോവയ്ക്ക് ഉണ്ടാവും കണ്ടോ. 3 കടയുള്ളൂ. അതിൽ നിന്നാണ് ഇപ്പൊ ഇത് 2-2.5 കിലോനോളം വെയിറ്റ് നമുക്ക് ഈ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നട്ടു കഴിഞ്ഞാൽ നമ്മൾ തിന്നാൻ തീരില്ല. നന്നായി ഉണക്കി വെക്കാനുള്ളത് ഉണ്ട് ഇതില്. പിന്നെ ഇതിനൊരു പ്രയാസവും ഇല്ല. ഒരു തണ്ട് ആർക്ക് വേണേലും ഷെയർ ചെയ്ത് നമുക്ക് നട്ട് ഇഷ്ടംപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇത് എല്ലാവരും എന്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കട്ടെ. അപ്പൊ എല്ലാവരും വീഡിയോ കാണണം. ഇഷ്ടമായാലേ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ഒക്കെ ഇടണം കേട്ടോ. എനിക്ക് ആ കമന്റ് ഒക്കെ വായിക്കാൻ എല്ലാവരും കമന്റ് ഇടുന്ന പ്രതീക്ഷയോടെ. ബായ്.